ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ടാൻകു ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് വീണ്ടും ഒരു അടിപൊളി കോംബോ ഓഫറായിട്ടാണ്. 4 പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു റെഡ് പിനാക്യോ റോസാണ്. നമ്മുടെ സുന്ദരി റോസാണ്. ഒരു വൈറ്റ് കപ്പ് ഷേപ്പിലൊക്കെ വരുന്ന ഒരുപാട് പേർക്ക് സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുള്ളൊരു വെറൈറ്റി റോസാണ്. ഇതെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഡാർക്ക് ഒരു റെഡ് കളറും പിന്നെ ആ ഒരു കപ്പ് ഷേപ്പിൽ ഒരുപാട് ഇങ്ങനെ പെറ്റൽ കൗണ്ട് എല്ലാം ബാക്കിയുള്ള റോസിൽ നിന്നും സെൻറ്റർ പോർഷനിൽ കുറച്ച് മാറിയിട്ട് വരുന്നൊരു റോസാണ്. വളരെ ഭംഗിയാണ്. ഇത് നല്ലപോലെ പൂക്കും, നിറയെ പൂക്കൾ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ മുറ്റത്ത് വെച്ച് കഴിഞ്ഞാൽ എന്നും നമ്മുടെ ഗാർഡനിൽ പൂക്കളായിട്ട് നിൽക്കുന്നൊരു വെറൈറ്റിയാണ് ഈ റെഡ് പിനാക്യോ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കളറായാലും വളരെ ഒരു അട്രാക്ഷനുള്ളൊരു കളറാണ് ഈ ഒരു റെഡ് എന്ന് പറയുന്നത്. നിറയെ പൂക്കും. നമ്മുടെ നാടൻ ബഡ്ഡിങ് തൈകളാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത്. ഇത് റെഡ് പിനാക്യോ നമ്മുടെ ഇപ്പോൾ കോമ്പോസൊക്കെ ഇടുമ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. നമ്മൾ അല്ലാണ്ടും കൊടുക്കുന്നുണ്ട്, കോംബോ ആയിട്ടും കൊടുക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് വന്നേക്കുന്നത് റൂബി റെഡാണ്. റൂബി റെഡ് ഒരു അടിപൊളി വെറൈറ്റി പ്ലാന്റ് ആണ്. റെഡും വൈറ്റും കോമ്പിനേഷനിൽ വരുന്നതാണ്. ഇതാണ് ആ റൂബി റെഡ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അകത്തുള്ള അതായത് അടിവശം വന്നിട്ട് ഒരു റെഡ് ഷെയ്ഡാണ്, വൈറ്റാണ്, ഫുള്ള് വൈറ്റും. ആ പൂ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമുക്കൊരു റെഡും വൈറ്റും ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് വരുന്നത്. ആണ് റൂബി റെഡ് എന്ന് പറയുന്ന വെറൈറ്റി. നല്ല ഭംഗിയാണ്. ഒരു മിനിയേച്ചർ ടൈപ്പിനേക്കാളും കുറച്ചുകൂടെ പൂക്കൾക്ക് വലിപ്പം ഉണ്ടാകും. അതുപോലെ തന്നെ അതിൻ്റെ ലീഫും കാണാൻ കുറച്ച് ഡിഫറെൻ്റ് ആണ് ബാക്കിയുള്ള റോസിനെ അപേക്ഷിച്ച്. ഒരു ഒരു ബ്രൗണിഷ് ഷെയ്ഡ് കൂടെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു റോസിന്. നല്ല ഭംഗിയുള്ളൊരു റോസാണ്. അതിൻ്റെ പെറ്റൽ അറേഞ്ച്മെൻറ്റ് ആയാലും ബാക്കിയുള്ള റോസിനെ അപേക്ഷിച്ച് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഒരു ഹൈബ്രിഡ് റോസിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ വരുന്നൊരു റോസാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയുള്ള റെഡ് പിനാക്യോ റോസും അതിനുശേഷം നല്ല ഇച്ചിരി ഫ്രാഗ്രൻസ് ഉള്ള നമ്മുടെ റൂബി റെഡും ആണ് സെക്കൻഡ് നമ്മുടെ കോംബോയിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വന്നേക്കുന്നത്. അടുത്തതായിട്ട് നമ്മുടെ കോംബോയിൽ വന്നേക്കുന്നത് ഈ ഒരു അടിപൊളി വെറൈറ്റിയാണ്. ഒരുപാട് പേര് കഴിഞ്ഞ വട്ടം ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ മാംഗോ യെല്ലോ. അപ്പോൾ മാംഗോ യെല്ലോ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ വിചാരിച്ചു ഈ ഒരു നെക്സ്റ്റ് ലോഡ് വരുന്ന സമയത്ത് നമ്മുടെ മാംഗോ യെല്ലോ വെച്ചിട്ടൊരു കോംബോ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ മാംഗോ യെല്ലോ വെച്ചിട്ടൊരു കോംബോ ആണ്. നമ്മുടെ മൂന്നാമത്തെ റോസ് മാംഗോ യെല്ലോ ആണ്. മാംഗോ യെല്ലോ എന്ന് പറയുമ്പോൾ അടിയിലെ ലെയർ വന്നിട്ടൊരു വൈറ്റും പിന്നെ ഫുൾ ഒരു ഡീപ്പായിട്ടുള്ളൊരു യെല്ലോയുമാണ്. നല്ല രസമാണ്, നല്ല ഫ്രാഗ്രൻ്റ് ആണ്. ഇത് വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഗാർഡനിൽ വേറൊരു ഫ്ലവറിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നും. അത്രമാത്രം ബ്യൂട്ടി ആയിട്ടുള്ള യെല്ലോയും നിറയെ പൂക്കളുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള പൂക്കളും മൊട്ടുകളോടുള്ള തൈകളാണ്. ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാം പൂക്കളും മൊട്ടുകളോട് കൂടെയുള്ള തൈകളാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് ഈ കോംബോയിൽ വന്നേക്കുന്നത്. അപ്പോഴത്തേക്കും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ റോസ് ലവേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് ചാനലിൽ നിന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് പിന്നെയും വീഡിയോസ് ഇടാനും ഇതിനകത്ത് വന്ന് ഓരോന്ന് ചെയ്യാനൊക്കെയുള്ള എൻ്റെ ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അടുത്തതായിട്ട് നമ്മുടെ കോംബോയിൽ നാലാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് പീസ് ആൻഡ് ലവ് റോസാണ്. പീസ് ആൻഡ് ലവ് എന്ന് പറയുമ്പോഴത്തേക്കും കളർ ചേഞ്ചിങ് ആണ്. വിരിയുന്ന സമയത്ത് ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഓറഞ്ച് ഉണ്ട്, യെല്ലോ ഉണ്ട്, പിന്നെ ഓറഞ്ചും യെല്ലോയും കൂടെ മിക്സ് ആയിട്ടും പിന്നെ ഡാർക്ക് ഷെയ്ഡിലൊക്കെ വരുന്നുണ്ട് ഈ ഒരു റോസ്. അപ്പോൾ ഇതാണ് നമ്മുടെ കോംബോയിൽ അടുത്തതായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഈ ഒരു കോംബോ 10 പേർക്ക് തരാനുള്ള കോംബോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് വരുന്നവർ ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യുക. താങ്ക്